സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദ് ശ്രീ നരേന്ദ്രമോദിയെ കണ്ടപ്പം മുതൽ സോഷ്യൽ മീഡിയയിൽ അങ്ങേരെ ഒരുപാട് അപമാനിച്ചുകൊണ്ട് പല ആളുകളും വീഡിയോ ചെയ്യുന്നു, പോസ്റ്റർ ഇറക്കുന്നു, എഴുതി വിടുന്നു. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക വിശാലമായിട്ട്. ഈ കാന്തപുരം ഉസ്താദ് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ വഴിയില്ല, ഇങ്ങനെ ഒരു ഭരണം നടക്കുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരു പ്രസ്താവന ഇറക്കുകയാണെന്ന് വെച്ചോ. പിന്നെ അങ്ങേർക്ക് മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഒരു സമ്മേളനം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങേർക്ക് ജീവിക്കാൻ കഴിയുമോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാനോ നിങ്ങളോ ചെയ്യുന്ന പോലെയല്ല ഒരു വീഡിയോയിലൂടെ ഒരു ശ്രീ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്ന പോലെയല്ല ഒരു മതനേതാവ് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ഭവിഷ്യത്വം അങ്ങേർക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക. പിന്നെ ശ്രീ നരേന്ദ്രമോദി രണ്ടാമത്തെ ഭരണമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഭരണം കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വെക്കുക. ഇനി നാലാമത്തെ ഒരു ഭരണം കൂടെ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് വെക്കുക. അതിപ്പോൾ BJP ഏതെങ്കിലും നേതാവ് തന്നെ വെച്ചോ. അപ്പം ഇങ്ങനെ ശത്രുതയായിട്ട് പോകുന്നതിൽ എന്താണ് ലാഭമുള്ളത്? ഭരണം തിരിച്ചു പിടിക്കാനുള്ള കഴിവ് പ്രതിപക്ഷത്തിനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ 10 വർഷത്തിൻ്റെ ഇടയിലുണ്ട്. ഒരുപാട് വിലകയറ്റമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എടുത്തുകൊണ്ട് മര്യാദയ്ക്ക് ഈ കോൺഗ്രസ്സുകാർക്ക് ഇന്ത്യ ഫുള്ള് പ്രതിഷേധിക്കാനുള്ള ഒരു കഴിവ് പോലുമില്ല. ഇത് സത്യം തന്നെയാണ്. ഇത് എന്നെക്കുറിച്ച് ഇവിടെ വന്നിട്ട് എന്ത് തെറിവിളിച്ചാലും വിഷയമില്ല. ഇത് സത്യം തന്നെയാണ്. അവർക്ക് അതിനുള്ള കഴിവില്ല. രണ്ടാമത്തത്, ഈ ഒരു പാർട്ടി 1982 വെറും 2 സീറ്റും കൊണ്ടാണ് ഇരുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്ത്യൻ്റെ അകത്ത് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. മതപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം കോൺഗ്രസ്സുകാരെ കൊണ്ട് അവർക്ക് ഉണ്ടായോ? അതായത് കോൺഗ്രസ്സുകാർക്ക് അവരെ അടിച്ചമർത്താൻ പറ്റിയോ? ഇന്ന് ശ്രീ നരേന്ദ്രമോദി എന്തെല്ലാം ഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നോ ആ ഭരണമെല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിന്തിച്ചു നോക്ക്. ഇന്ന് അങ്ങേരുടെ കയ്യിലുള്ള എല്ലാ ഭരണവും കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഉണ്ടായതല്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായതല്ലേ? അങ്ങേര് എടുത്ത് ആരെയൊക്കെ വേണ്ടയോ അവർക്കിട്ടിട്ട് നല്ല പണി കൊടുക്കുന്ന, ആരെയെല്ലാം വേണമോ അവരെയെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. അത് ആരെയായാലും ശരി, സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യാത്തവർക്കിട്ട് പണി കൊടുക്കുന്നു. ഈ ഒരു ഭരണ എല്ലാ രീതിയിലും കോൺഗ്രസ്സുകാർക്ക് 10-60 വർഷമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായതാ. അവർക്ക് അടിച്ചൊതുക്കാൻ പറ്റിയോ? അല്ലേ? പറ്റിയില്ല. അപ്പോൾ അവരത് നന്നായിട്ട് ചെയ്യുന്നു. ഇനി കാന്തപുരം ഉസ്താദ് ഈ പറയുന്ന പോലെ മര്യാദയ്ക്ക് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങേർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട് വരുന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം അയാൾ ഒരു മതനേതാവായതുകൊണ്ട് പറയുകയാണ്, അല്ലേ? ഒരു പാർട്ടി നേതാവാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. ഇപ്പോൾ നേതാക്കന്മാർ എന്തെല്ലാം പറയുന്നു ഓരോ പാർട്ടിയെക്കുറിച്ച്, അതുപോലെയല്ല ഒരു മതനേതാവ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങേര് യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണ്. നമ്മളൊരു ശത്രുത വെച്ച് പോകരുതെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭരണകക്ഷിയിലുള്ള ഒരു പ്രധാനമന്ത്രിയുമായിട്ട് സൗഹൃദം വെക്കുന്നത്. അതിന് നമ്മൾ ഒരു രീതിയിൽ അങ്ങേരെ മോശമായി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ തെറ്റായ ചിന്തയാണ്. പിന്നെ അങ്ങേര് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഈ പാർട്ടിക്ക് വോട്ട് കുത്തൂ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങേര് എന്താ പറഞ്ഞത്? അങ്ങേര് പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു പാർട്ടി, ശ്രീ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഒരു പാർട്ടിയെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കി. അത് ഏതൊരു കോമൺ സെൻസ് ഉള്ളവരും ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു പ്രസ്താവന ഏതൊരു മതനേതാവും നല്ല രീതിയിൽ പോയി സംസാരിച്ച് ഒരു സൗഹൃദം ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് ഒരു തെറ്റും ഇല്ല. അത് നിങ്ങൾ തെറ്റാണ്, അത് ശരിയല്ല, അത് നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഒരു വർഗീയതയോ അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ശ്രീ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആ പാർട്ടിയോ ഉള്ള വെറുപ്പായിരിക്കും. അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തീരെ ശരിയല്ല. കാരണം കാന്തപുരം ഉസ്താദ് അത്ര മാത്രമാണ് ഓരോ മനുഷ്യനുക്കും നന്മ ചെയ്തിട്ടുള്ളത്. UAE ഒരു വ്യക്തി, ഒരേ ഒരു മോനേ ഉള്ളൂ. എൻ്റെ റൂമിൽ കിടന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്താണ്.
ആ വ്യക്തി മരുന്നിൻ്റെ ചീട്ടില്ലാതെ ഉറക്ക ഗുളിക കൊടുത്തു, മരുന്നിൻ്റെ ചീട്ടില്ലാതെ. അപ്പോൾ അത് ആരോ ഒറ്റ കൊടുത്തിട്ട് പിടിച്ച് 25 വർഷം ശിക്ഷ കൊടുത്തു. ഒരു ചെറുപ്പക്കാരനാണ്, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വ്യക്തിക്ക് 25 വർഷം ശിക്ഷ കൊടുത്തിട്ട് ആ വ്യക്തി 4-5 വർഷം അകത്ത് കിടക്കുകയാണ്. ഒരു രീതിയിലും അറിയാലോ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ അവിടെ പോകുന്നത് എല്ലാം മയക്കുമരുന്ന് കേസിലാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ഉറക്ക ഗുളിക അതുപോലെയുള്ള മരുന്ന് രീതിയിലുള്ള കേസുകളൊക്കെ വരുന്ന ഈ മയക്കുമരുന്ന് കേസിൽ തന്നെയാണ് അതൊക്കെ പോകുന്നത്. ആ ഒരു വകുപ്പിലാണ് പെടുന്നത്. 25 വർഷം എൻ്റെ റൂമിലുള്ള ഒരു കൂട്ടുകാരൻ, അനൂപിൻ്റെ കൂട്ടുകാരനാണ്. 25 വർഷം ശിക്ഷ കൊടുത്തിട്ട് 4-5 വർഷം തുടർന്ന് അവരുടെ വീട്ടിലേക്ക്, കാന്തപുരം ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ആ മാതാവും പിതാവും കയറി ഇറങ്ങി ലാസ്റ്റ് ആ ചെക്കനക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവർ അലഞ്ഞു തിരിഞ്ഞിട്ട് അവസാനം കാന്തപുരം ഉസ്താദ് UAE പ്രസിഡന്റിനെ നേരിട്ട് പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കനക്ക് റിലീസ് വാങ്ങിക്കൊടുത്തു. ഒരേ ഒരു മോനുള്ള ഇതാണ് അവസ്ഥ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വാർത്തകളിലെല്ലാം വന്നതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഒരുപാട് നന്മ ചെയ്തതാണ്. അപ്പം അങ്ങേരെ ഈ രീതിയിൽ അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങേരെ സംഭവിച്ചോളം അങ്ങേര് മുസ്ലിങ്ങൾക്ക് നല്ലതുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും. അത് നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക, മുന്നോട്ട് പോവുക. നമ്മൾ ആരെയും ശത്രുവശത്ത് വെക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനോ നിങ്ങളോ വീഡിയോ ചെയ്തിട്ട് പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്ന പോലെയല്ല ഒരു മതനേതാവ് കുറ്റം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേരുടെ സമുദായത്തിന്, അങ്ങേരെ വിശ്വസിക്കുന്ന ആളുകൾക്കെല്ലാം ദോഷം ചെയ്യും. അതിനേക്കാളും നല്ലത് ശത്രുവശത്ത് ആരെയും വെക്കാതെ മിത്രങ്ങളായിട്ട് വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് ഒരു രീതിയിലും അപമാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രീ നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി പോകുന്ന ഒരു നേതാവോ അതല്ലെങ്കിൽ ഒരു തുക്കട പാർട്ടിയുടെ നേതാവോ ഒന്നല്ല. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പം അങ്ങേരുമായിട്ടൊരു ബന്ധം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ ഫോട്ടോസ് ഇട്ട് അപമാനിച്ചിട്ട് വിട്ട് അപമാനിക്കുന്നതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പ്രിയ സുഹൃത്തുക്കളെ. ചിലപ്പോൾ നമ്മളെ ബാഡ് കമൻറ്റ് അടിക്കാൻ അതൊന്നും കാര്യമൊന്നുമില്ല. സത്യം നമ്മൾ സത്യത്തിൻ്റെ രീതിയിൽ വന്ന് പറയണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ മനസ്സിനുള്ളിൽ വിരോധം വെച്ച് പാർട്ടി ബേസിലും ജാതി ബേസിലൊക്കെ വെച്ചിട്ട് നമ്മൾ വർത്തമാനം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയുക. ഈ കാന്തപുരം ഉസ്താദിനെ ഈ രീതിയിലൊക്കെ അപമാനിക്കുന്നത് ശരിയാണോ എന്നുള്ളത് കമൻറ്റിൽ പറയുക.